ദീപകിന്റെ ആത്മഹത്യയിൽ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ വനിതാ നേതാവ് ഒളിവിലാണ്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതി ചേർത്ത മുസ്ലിം ലീഗ് നേതാവ് ഷിംജിത ഒളിവിലാണ്. യുവതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. യുവതി വിദേശത്തേക്ക് കടന്നിട്ടുണ്ടോ എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. ഇവരുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ചേതൻ ആദ്യം നമ്മളോടൊപ്പം ചേരുന്നു കോഴിക്കോട് നിന്ന്. ചേതൻ, ഗുഡ് മോർണിംഗ്. ഷിംജിത മുസ്തഫ മുസ്ലിം ലീഗിന്റെ നേതാവാണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ അവർ വിദേശത്തേക്ക് കടന്നിട്ടുണ്ട് എന്ന സംശയമാണോ പ്രധാനമായും പോലീസിനുള്ളത്? അതെ മനു, ഈ ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയായ യുവതിയായ മുസ്ലിം ലീഗ് നേതാവും മലപ്പുറം അരീക്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പറും ആയിരുന്ന ഷിംജിത മുസ്തഫ അവർ ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒളിവിലാണ്. അവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പ്രധാനമായും പോലീസ് സംശയിക്കുന്നത് ഇവർ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇവരെ കസ്റ്റഡിയിൽ എടുക്കണം. അത് മാത്രമല്ല, ഇവർ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത മൊബൈൽ ഫോണും ഇത് സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ച മൊബൈൽ ഫോണൊക്കെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കേണ്ട കാര്യമുണ്ട്. പ്രധാനമായും ഇവർ 2 വീഡിയോ ആണ് ഇത്തരത്തിൽ ഈ ദീപക്കിനെതിരെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. അതിൽ രണ്ടാമത്തെ വീഡിയോയിലാണ് ഇവർ ചില സാരോപദേശങ്ങളും ചേർത്ത് വീഡിയോ വക്രീകരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടത്. കാരണം ആ വീഡിയോ കണ്ടാൽ തന്നെ പരിശോധിച്ചാൽ വളരെ വ്യക്തമാവുന്നതാണ്. ധാരാളം എഡിറ്റ് നടന്നിട്ടുണ്ട്. അതുമാത്രമല്ല, വീഡിയോ സ്ലോ മോഷനിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഈ ദീപക്കെതിരെ വീഡിയോ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും ഈ വീഡിയോയുടെ വക്രീകരിച്ചു എന്ന കാര്യങ്ങളടക്കം അന്വേഷണ സംഘത്തിന് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനായി ഈ ഷിംജി പകർത്തിയ വീഡിയോയുടെ ഒറിജിനൽ വിഷ്വൽ അത് പോലീസിന് ആവശ്യമുണ്ട്. അത് ലഭിച്ചാൽ മാത്രമേ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരുകയുള്ളൂ. ഏതായാലും ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു കാര്യം പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്, ഈ ദീപകിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ തന്നെ ഈ യുവതി ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചതിന് പിന്നാലെ കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് പോയിരുന്നു. നമ്മൾ നാട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ പ്രധാനമായും പോലീസ് പരിശോധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദീപക് നേരിട്ടിട്ടുണ്ടോ എന്ന കാര്യമടക്കം പരിശോധിക്കണം. മരിച്ച സമയത്ത് ദീപകിൻ്റെ മുറിയിൽ 40,000 മുകളിൽ രൂപ ഉണ്ടായിരുന്നു. അതെന്തിനാണെന്ന കാര്യം പ്രധാനമായും പരിശോധിക്കണമെന്നാണ് വീട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാരും സുഹൃത്തുക്കളും പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അവർ ദീപകിൻ്റെ വീട്ടിലെത്തിയിരുന്നു. ദീപകിൻ്റെ അച്ഛൻ, അമ്മ, സുഹൃത്തുക്കൾ എന്നിവരുമായി ഇവർ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിട്ടുണ്ട്. ഒരാഴ്ചക്കകം തന്നെ നോർത്ത് സോൺ DIG റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ടത്, ഒരു നാച്ചുറൽ ജസ്റ്റിസ് ദീപകിന് ലഭിച്ചോ എന്ന കാര്യമാണ്. അതായത് ആൾക്കൂട്ട വിചാരണയിലേക്ക് ദീപകിനെ കാരണം ഇത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. ഇപ്പോൾ നമ്മളൊരു കാര്യമെടുക്കാം. ഇപ്പോൾ ഒരു മോശം അനുഭവം ഉണ്ടായി എന്ന് വയ്ക്കുക, അതിനിങ്ങനെയാണോ പെരുമാറേണ്ടത്? അവരൊരു ജനപ്രതിനിധി, ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയല്ലേ? അവർക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് നിയമപരമായ വഴിയെ നീങ്ങാമല്ലോ. അങ്ങനെയല്ലേ അതിൽ കാര്യങ്ങൾ പരിഹരിക്കേണ്ടത്? ഇവിടെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ എല്ലാവരും ദീപകിനെ കുറിച്ച് ഏറ്റവും നല്ല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യൻ പോലും ഒരു മോശം അഭിപ്രായം സ്വാഭാവികമായും പറഞ്ഞിട്ടില്ല. ഏറ്റവും മാന്യമായ സമൂഹത്തിൽ ജീവിച്ചിരുന്ന ഒരു യുവാവ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഇത്രമാത്രം പ്രസക്തമാവുകയും ചെയ്യുന്നത്. ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് ഒട്ടും ശരിയല്ല. ഒരു കാര്യം കൂടി പറയണം ചേതൻ, മാധ്യമങ്ങൾ ഈ വാർത്ത നൽകുമ്പോൾ ആ പെൺകുട്ടിയുടെ രാഷ്ട്രീയം എത്ര ഭംഗിയായിട്ടാണ് അവർ മറച്ചു വെക്കുന്നത്. എന്തിനാണ് അത്തരമൊരു നീക്കത്തിലേക്ക് പോകുന്നത്? ഒന്ന് ഓർത്തു നോക്കൂ ചേതൻ, അവർ മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധി ആയിരുന്നില്ലേ? മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ച ഒരാളല്ലേ? അവരുടെ രാഷ്ട്രീയം മറച്ചു വെക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് മാധ്യമങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്? ഇതിൽ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആരെങ്കിലുമാണ് പ്രതിസ്ഥാനത്ത് ഉണ്ടായിരുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ആ ബസ്സിൽ ഒരു CPIM കാരൻ ഉണ്ടായിരുന്നുവെങ്കിൽ അയാളുടെ രാഷ്ട്രീയം അടക്കം ചകഞ്ഞ് പുറത്തിടുമായിരുന്നല്ലോ ഈ മാധ്യമങ്ങൾ. അപ്പോൾ മാധ്യമങ്ങളും അവിടെ ഇരട്ടത്താപ്പ് കളിക്കുന്നുണ്ട്. തീർച്ചയായും അത് സൂചിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ കണ്ണൂരിൽ. ഈ PP ദിവ്യയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പ്രധാനമായും
ഈ വിഷയത്തിൽ ഒരു ദൗർഭാഗ്യം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം വന്നു. പക്ഷേ ദൗർഭാഗ്യകരമായ കാര്യമാണ് സംഭവിച്ചത്, അംഗീകരിക്കുന്നു, കേസ് അന്വേഷിക്കുന്നൊക്കെയുണ്ട്. എങ്കിൽ കൂടി PP ദിവ്യയെ ടാർഗറ്റ് ചെയ്യുന്നതിലുപരി അന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ പ്രധാനമായും ടാർഗറ്റ് ചെയ്തത് ഇത് ഈ കേസ് കൊണ്ട് CPIM-നെ എങ്ങനെ അടിക്കാം, LDF-നെ എങ്ങനെ ആക്രമിക്കാം എന്നാണ് പ്രധാനമായും വലതുപക്ഷ മാധ്യമങ്ങൾ കാണിച്ചത്. അത് മാത്രമായിരുന്നു മനു ദിവസങ്ങളോളം ചർച്ച നടത്തു. എന്നാൽ ഈ വിഷയത്തിൽ ഒരു യുവാവ് ഇത്തരത്തിൽ ദയനീയമായ രീതിയിൽ മരിക്കുന്ന സംഭവത്തിൽ ഒരു ചർച്ചയുമില്ല. കാരണം ആ പ്രതിയുടെ രാഷ്ട്രീയം പോലും ആരും ചർച്ച ചെയ്യുന്നില്ല. അവർ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറത്തെ നേതാവാണ്. അത് മാത്രമല്ല ഗ്രാമപഞ്ചായത്ത് മെമ്പറും കൂടിയായിരുന്നു. അവരുടെ രാഷ്ട്രീയം ആരും ചർച്ച ചെയ്യുന്നില്ല. ഇതിൽ മനു സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഇരട്ട താപ്പാണ്. ആൾക്കൂട്ട കേവലം റീച്ച് കിട്ടാൻ വേണ്ടി ആൾക്കൂട്ട വിചാരണയ്ക്ക് ഈ യുവതി വിധേയമാക്കി. ഇവർ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ജനപ്രതിനിധിയാണ്, നിയമങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുള്ള വ്യക്തി കൂടി ആണ്. ഇവർക്ക് ഇത്തരത്തിൽ ഒരു ലൈംഗിക അതിക്രമം നേരിട്ടുവെങ്കിൽ അത് വീഡിയോ പകർത്താം, അതിൽ തെറ്റൊന്നുമില്ല. എന്തുകൊണ്ട് ഇത് പോലീസിൽ ഹാജരാക്കിയില്ല? മറ്റൊരു കാര്യം കൂടി പറയേണ്ടത്, ഈ യുവതി ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നേരിടുമ്പോൾ എന്തുകൊണ്ട് ബഹളം വെച്ചില്ല? ബസ്സിലെ ജീവനക്കാരെ, അറ്റ്ലീസ്റ്റ് ബസ്സിലെ ജീവനക്കാരെ പോലും അറിയിച്ചില്ല എന്ന വാദമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. മറ്റൊരു കാര്യം കൂടി മനു